ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ല റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? അവർ നിങ്ങളെക്കുറിച്ച് രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ എന്താണ് ഒറ്റയ്ക്കാകുന്ന സമയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. അവരുടെ എനർജി എന്താണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ്, രാത്രി കാലങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മാസ്റ്റർ കാർഡ് നോക്കാം. നമുക്കിവിടെ 5 ഓഫ് സോഡ്സ് ആണ് നമുക്കത് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ പലരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമ്മച്ചുറായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ വളരെ ഒരു ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത. അപ്പം അവരുടെ ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം, എൻ്റെ ഈ ഒരു എടുത്തുചാട്ടം കൊണ്ടാണ് ഈ ഒരു ബ്രേക്കപ്പ് വന്നതെന്നുള്ളൊരു കാര്യം ഈ വ്യക്തിക്കും ഇപ്പോൾ അറിയാം. അവരും ഇപ്പോൾ നന്നായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ്. ഡിവൈൻലി കണക്റ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഈ ഒരു കാർഡുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ സമയത്തും ഒരു സെയിം ഫീലിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെയിം തോട്ട്സ് ആണ് വരുന്നത് എല്ലാ സമയത്തും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാടൊരു കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത്. ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനാണ്. മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഈ ഒരു നോ കോണ്ടാക്ട് സമയത്ത്, അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളെയും അവരെയും തമ്മിൽ അവരിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അവരെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇനി എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തതാണോ? ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരും നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവരും നിങ്ങളും എത്ര ഹാപ്പി ആയിട്ട് ഇരുന്ന ആ ഒരു സമയങ്ങളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ എത്രമാത്രം സങ്കടപ്പെടുന്നു, അങ്ങനെ പല കാര്യങ്ങളും എടുത്തിട്ട് അവരിങ്ങനെ കമ്പയർ ചെയ്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അവർ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അവർക്ക് മറികടക്കാനായിട്ട് ഉണ്ട് എന്ന് കാണുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സെപ്പറേഷൻ കൂടി ആയപ്പോൾ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ, അവരുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട് അവർക്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ കൂടി ആയപ്പോൾ അവർ ഒത്തിരി ഒരു ടയേർഡ് ആവുന്നുണ്ട്. പലതവണ അവർ ചിന്തിക്കുന്നുമുണ്ട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരണമെന്ന്. പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരെ അതിന് തടയുന്നു. ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അവരിങ്ങനെ വലിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. മേ ബി അവരുടെ ലൈഫിലെ മറ്റു വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കിന്റെ എഫേർട്ട് വന്നിട്ടുണ്ടാകാം, അതായിരിക്കാം.
അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. എന്താണെന്ന് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ റീഡിങ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം, എന്താണ്, ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവരിങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊന്നും അവർക്കൊരു നിശ്ചയവും ഉണ്ടാവില്ല. എങ്കിൽ പോലും ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ തോന്നും നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരണമെന്ന്, നല്ല രീതിയിൽ പോകണമെന്നൊക്കെ തോന്നും. എങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ വിചാരിക്കും. മറ്റു ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിന് ഒരുപാട് സംഘർഷാവസ്ഥയിലൂടെ അവർ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം കൂടിയാണിത്. എസ്പെഷ്യലി അവർക്ക് ഒരു ഉറക്കം പോലും ഇല്ലാത്തൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഉറങ്ങേണ്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിങ്സ് ആയിരിക്കാം. കാരണം നിങ്ങൾക്കിവിടെ പലർക്കും നിങ്ങൾ തമ്മിലൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളതുപോലെയും അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ഇതൊക്കെയാണ് കാണുന്നത്. സോൾമേറ്റ് എനർജിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിങ്സ് തന്നെയായിരിക്കും നിങ്ങൾക്കും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നെല്ലാം അവർ പല രാത്രികളിലും ഇങ്ങനെ വിചാരിക്കുകയും അവർ അതിന് വേണ്ടിയിട്ടൊരു ഡിസിഷനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡേ ടൈമിൽ എത്തുമ്പോഴേക്കും അവരുടെ ചിന്ത മൊത്തം മാറിപ്പോവുകയാണ്. വീണ്ടും അവർ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ആക്ഷൻ എടുക്കാതെ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ്, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സാഹചര്യം. അങ്ങനെ ഇങ്ങനെ ആയിപ്പോകും. ഡേ ടൈം ആകുമ്പോഴത്തേക്കും കൂടുതൽ സമയവും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. മേ ബി പലതവണ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, പലതവണ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ അവർ നിങ്ങളെ ഇങ്ങനെ അവഗണിച്ചതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിപ്ലൈ അവർ തരാത്തതായിട്ടോ ഒക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അത് അവരുടെ മനസ്സിന്റെ ഒരു സംഘർഷാവസ്ഥ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിന്റെ വിഷമം, അവർക്ക് വളരെയധികം വിഷമം എന്നല്ല അതിന് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് വഴിക്ക് പോകണം എല്ലാം കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥ. അതാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിന് അത്രയും ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങളോട് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ പലതവണ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട്, ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ഒരു ആക്ഷനും എടുക്കാത്തത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആ പഴയ രീതിയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴും നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ എനർജി വരുന്നുണ്ട്. അപ്പോൾ അവര് മുന്നോട്ട് വരാത്തതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. അവർക്ക് നിങ്ങളോട് അത് പറയാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം കൂടി ആണ് എന്നാണ് കാണുന്നത്. പിന്നെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒത്തിരി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. അവർക്ക് ശരിക്കും ഒരു ശൂന്യത അവർ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അടിമുടി അവര് ഒരു തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നു ലൈഫ്. ആ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അവർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കും അവർ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിനിടയ്ക്കും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിനൊരു പൂർണ്ണത കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്, എന്ത് പ്രശ്നത്തിൽ അവർ പെട്ടിരുന്നാലും. പിന്നെ ഇനിയെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയമൊക്കെ അവരിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമായിട്ടിരുന്ന ഒരു സമയമൊക്കെ പലപ്പോഴും അവരൊരു ഡ്രീം വേൾഡിലാണുള്ളത്. കൂടുതലായിട്ടും റിയാലിറ്റീനേക്കാൾ അവർ കൂടുതൽ ഡ്രീം വേൾഡിലാണുള്ളത്. റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ലൈഫ് ഫുൾ എംറ്റിയാണ്, മൊത്തം ഡാർക്കായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങളോടൊപ്പം ചേർന്ന് അവർ ഈ ഡ്രീം വേൾഡിൽ നടക്കുന്ന സമയത്തൊക്കെ അവർ വളരെ ഹാപ്പിയാണ്. പിന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസിൽ മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ കളർഫുൾനെസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് അതൊക്കെയാണ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ്സിലൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ജീവിതത്തിന്റെ ഓരോ വശത്ത്
ഇങ്ങനെ വശങ്ങളിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, വളരെ വിഷമിപ്പിക്കുന്നു. കുറേയേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്തകളുടെ എല്ലാം ഒരു സമ്മിശ്രമായ തോട്ട്സ് ആണ് അവർക്കുള്ളത്. പക്ഷെ നിങ്ങൾ വന്നാൽ മാത്രമേ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു വശത്ത് നിങ്ങളും ഒരു വശത്ത് കുറേ നെഗറ്റീവ് സിറ്റുവേഷൻസും ആണ് ഉള്ളത് അവരുടെ ലൈഫിൽ. അപ്പം നിങ്ങളും നിങ്ങളുടെ ഓർമ്മകളും അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. രണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ കമ്പയറിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒക്കെ തന്നെയാണ്, നിങ്ങളുടെ സാമീപ്യമാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനോ ഒന്നും കഴിയാത്തതിൽ അവരൊരുപാട് സങ്കടപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് കുറച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറും കൂടി നമുക്കൊരു ജസ്റ്റ് 2 കാർഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഫ്യൂച്ചർ ക്ലാരിഫിക്കേഷൻ ആണ്. റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ്? ചാരിയറ്റ് കാർഡ്, ഫയർ എനർജി, സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഒരു തകർത്തെറിഞ്ഞുകൊണ്ട്, അതായത് ഈ സാഹചര്യങ്ങളൊക്കെ ഈ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ സ്ട്രഗിൾസ് ഒക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഇനി തേർഡ് പാർട്ടി ആണുള്ളതെങ്കിൽ അതിനെല്ലാം തട്ടിമറിച്ച് മാറ്റിക്കൊണ്ട് ഒരു സ്ട്രെങ്ത്, ഒരു ശക്തി നേടിക്കൊണ്ട് അവര് ഇതെല്ലാം ഓവർകം ചെയ്ത് ആ ഒരു ഇന്റൻസിറ്റിയോടുകൂടി ആ ഒരു നിങ്ങളോടുള്ള ആഴത്തിലുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി അവർ നിങ്ങളിലേക്ക് തിരികെ വരും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാർഡുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീരുമാനം എടുത്തിട്ട് ഉണ്ടായിരിക്കണം അവരിപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു കറേജ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ കുറച്ച് നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് യൂണിവേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് സ്പിരിച്വൽ പരമായ കാര്യങ്ങളിൽ കുറച്ച് മുൻപോട്ട് വരിക, പ്രാർത്ഥനകൾ നടത്തുക. ഇനി എന്തെങ്കിലും നേർച്ചകളോ വഴിപാടുകളോ ഒക്കെ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. മുടങ്ങി കിടക്കുന്നതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇവിടെ രണ്ട് വശങ്ങളിൽ ഈ ഒരു 2 ഇതിൽപ്പെട്ട് ഈ വ്യക്തി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ 2 വശങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്ത് സ്ട്രെങ്തനോടുകൂടി അവർ തിരികെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ. നല്ലൊരു സ്ട്രെങ്ത്, അവർക്കൊരു കറേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർക്കത് വരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ നോക്കി കഴിയുമ്പോൾ ഈ ഒരു കാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന്. Soul messages from your person. Okay. Soul messages from your person. Okay. നമുക്കൊരു soul message കിട്ടിയിട്ടുണ്ട്. Soul messages from your person. Soul messages from your person. Soul messages from your person. Okay. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. You accept me and love me for who I am. ഓക്കെ, നിങ്ങൾ അവരെങ്ങനെയാണോ അതേപടി ആ ഒരു തെറ്റുകുറ്റങ്ങളോടുകൂടി എല്ലാ കുറവുകളോടും കൂടി അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, അവരെ സ്വീകരിച്ചു, അതുപോലെ തന്നെ അവരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന കാര്യം അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. You are the only one I want to live with for the rest of my life. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ബാക്കി കിടക്കുന്ന ജീവിതത്തിൽ മുഴുവനായിട്ടും നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണ് അവർ. ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു മേക്ക് മീ എ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി മുഖത്ത് വിരിയുന്നു എന്നാണ് അവർ പറയുന്നത്. I still fall for you every single day. ഓരോ നിമിഷവും ഞാൻ നിന്റെ മുന്നിൽ നിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ വീണ് കിടക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ട് അവർ നിങ്ങളോട് പറയുകയാണ്. No one else however supported my dreams like you. ഓക്കെ, അവരുടെ ഡ്രീംസ് ഒരു ഫുൾഫിൽ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആരും അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്.
യുവർ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഹാസ് ഹെൽപ്ഡ് മീ ടു ഫ്ലറിഷ്. ഓക്കെ, അവർക്ക് മുന്നോട്ട് നീങ്ങാൻ, ഒരു ഉയരങ്ങളിലേക്കൊക്കെ എത്താനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്ത് കഴിവാണെങ്കിലും ആ ഒരു കഴിവിനെ വികസിപ്പിക്കാനും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും എൻകറേജ്മെന്റുമാണ് ഇടയാക്കിയത്, ഹെൽപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. നോ വൺ അണ്ടർസ്റ്റാൻഡ് മീ ബെറ്റർ ദാൻ യു ഡു. ഓക്കെ, നിങ്ങൾ അവരെ മനസ്സിലാക്കിയതുപോലെ ആരും അവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, നിങ്ങളാണ് അവരെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരാൾ നിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയ ഒരു വ്യക്തിയായിരിക്കാം. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 കിട്ടുന്നു. ഗെയിമിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1988 എന്ന് പറയുന്ന ഒരു ഇയർ കിട്ടുന്നുണ്ട്. അതുപോലെ 2 days, ഫുട്ബോൾ, ഒക്ടോബർ മന്ത്, ലെറ്റർ എക്സ്, 1982, തെക്ക്, 1995, ലെറ്റർ വി, നമ്പർ 28. റെയിൻബോ സൈൻസ് ഒക്കെ ഒരു മാറ്റത്തിന്റെ സൈനാണ് അത് കാണുന്നത്. റെയിൻബോ സൈൻസ്, ഷോർട്ട് ഹെയർ, ഗവൺമെന്റ് സർവീസ്, വീഡിയോ ഗെയിം, നമ്പർ 33. എബ്രോഡുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 കിട്ടുന്നു. നമ്പർ 22 കിട്ടുന്നുണ്ട്. നമ്പർ 51 റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.